السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് ആണെന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്തു. ഇന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. ഫാത്തിഹയുടെയും തൗബ സൂറത്തല്ലാത്ത എല്ലാ സൂറത്തുകളുടെയും ആദ്യത്തെ ആയത്താണ് ബിസ്മി. ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഫളായിലുകളും ശ്രേഷ്ഠതകളുമൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അതിൻ്റെ ആദ്യ ഭാഗം ബിസ്മി, പിന്നെ നമ്മൾ പറഞ്ഞ് ഉച്ചരിച്ച് പരിശീലിച്ചതിൻ്റെ പേരിൽ വലിയ പ്രയാസമില്ല. ബിസ്മില്ല, ഒന്ന് പറഞ്ഞു നോക്കിയാൽ ബിസ്മില്ല. പിന്നെ അതിന് ശേഷം വരുന്ന അക്ഷരം സീനാണ്, ബിസ്. ഇവിടെ പലരും ബിസ്മില്ല എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. ബിസ് അല്ല, ബിസ് അങ്ങനെ ബിസ്മില്ലാഹി. പിന്നെ മീമ് പ്രശ്നം ഉണ്ടാവില്ല. ലാഹി പിന്നെ നമ്മൾ അഊദു ബില്ലാഹിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ബിസ്മില്ലാഹി, അഊദു ബില്ലാഹി. അപ്പോൾ അള്ളാഹ് എന്ന ഇസ്മിനെ കുറിച്ചും അതിൻ്റെ ഉച്ചാരണത്തെക്കുറിച്ചൊക്കെ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് ഷദ്ദുള്ള റാ ആണ്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റജീം എന്ന സ്ഥലത്ത് അതിൽ വരാറുള്ള തെറ്റുകളും അത് ഉച്ചരിക്കേണ്ട രൂപവും നമുക്ക് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായി വരുന്ന ഒരക്ഷരം ഹ ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനി. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ റഹ് എന്ന കൽക്കലത്ത് വരാൻ പാടില്ല. റഹ്മാനി അല്ല, റഹ്മാനി. എന്ന് പറഞ്ഞേ ബിസ്മില്ലാഹിർ റഹ്മാനി. പിന്നെ മാനി എന്നതിനെ മേനി ആവരുത്, റഹ്മേനി. അങ്ങനെ ചിലർ ഓതി കേൾക്കാറുണ്ട്. റഹ്മേനി അല്ല, റഹ്മാനി. അത് കഴിഞ്ഞാൽ പിന്നെ റഹീം. അതിലും പ്രശ്നമില്ല. റാ നമ്മൾ പറഞ്ഞതാണ്. ഹ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. ഹ സാധാരണഗതിയിൽ വലിയ പ്രശ്നമാർക്കും കാണാറില്ല. മലയാള ഭാഷയിലില്ലാത്ത അക്ഷരമാണെങ്കിലും അത് വളരെ ശ്രദ്ധിച്ച് പഠിക്കാറുണ്ട്. റഹീം. ഇനി നമുക്കൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓതിയേ. ഒച്ചത്രയൊന്നും പോരാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സെക്കൻഡ് കേൾക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ചായ കുടിച്ചിട്ട് ക്ലാസ് ആക്കിയാൽ മതിയോ? ഒരു ഉഷാറില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ഇവിടെ നമുക്ക് ഇന്ന് പഠിക്കേണ്ട ഒരു നിയമമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഖുർആനിനൊരു സംഗീതമുണ്ട്, അതിനൊരു താളമുണ്ട്, അതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അതിൽ തന്നെ ഇൻക്ലൂഡാണ്. അതിന് പുറത്തുനിന്ന് വേറൊരു ഇൻസ്ട്രുമെൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിലെ താളത്തിനെ നിർണയിക്കുന്നത് കാര്യമായിട്ടും അതിലെ മദ്ദുകൾ, അതുപോലെ തന്നെ മണിക്കലുകൾ, ഈ രണ്ട് ഘടകങ്ങളാണ്. അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഫുടത കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ട നിയമം ആയിട്ട് വരുന്നത് എവിടെ നീട്ടണം, എത്ര നീട്ടണം, എവിടെ നീട്ടരുത്, എവിടെ മണിക്കണം, എത്ര മണിക്കണം, എവിടെ മണിക്കാൻ പാടില്ല. ഈ കാര്യങ്ങൾ കൃത്യമായാലാണ് അതിൻ്റെ ആ താളം ശരിയാവുള്ളൂ. അതല്ലേ നമ്മുടെ വിരലുകൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള അളവുണ്ട്. ഏകദേശം എല്ലാവരുടെയും വിരലിൻ്റെ അളവുകൾ ഇങ്ങനെ ആയിരിക്കും. ചെറുത്, വലുത്, അതിനേക്കാളും വലുത്, പിന്നെ ചെറുത്, ഇങ്ങനെയൊക്കെയാണ്. ഇത് ഒരാളുടെ ചെറുവിരൽ ഇവിടെ വരെ പൊന്തി നിന്നിട്ടുണ്ടെങ്കിൽ വൃത്തിയോടാണ്. വലിയ ചെറുവിരലാണ് എൻ്റേതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഭിമാനിക്കാനൊന്നും പറ്റിയ സാധനമല്ല. എന്ന് പറഞ്ഞ പോലെ ഖുർആനിൽ നീട്ടേണ്ട സ്ഥലം അതിനൊരു അളവുണ്ട്. ആ അളവ് വിട്ട് നീട്ടിയാൽ ഖിറാഅത്തിന് അതൊരു അഭംഗിയാണ്, അത് എന്താണ്, ഒരു വൈരൂപ്യമാണ്. അപ്പം നീട്ടലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, അറബി ഭാഷയിൽ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ 3 എണ്ണാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഏതൊക്കെയാണത്? അലിഫ്, വാവ്, യാ. പറഞ്ഞോടും കുഴപ്പമില്ല. ഏതൊക്കെ? അലിഫ്, വാവ്, യാ. അതായത് ഫത്തഹ് ഇട്ടിട്ട് അതിന് നീട്ടണമെന്ന് കണ്ട അവിടെ അലിഫ് ഇട്ടെടുത്താൽ മതി. ഇപ്പോൾ ബ എന്ന് എഴുതി അതിനെ ബാ എന്നാക്കണമെങ്കിൽ അവിടെ ഒരു അലിഫ് ഇട്ടെടുത്താൽ ആ ബായിനെ, പിന്നെ ആ ഫത്തഹിനെ അത് നീട്ടിക്കോളും. ബി എന്നതിനെ നീട്ടാൻ വേണ്ടിയിട്ടുള്ള അക്ഷരോ ബി എന്നാക്കണമെങ്കിൽ അവിടെ എന്തിട്ട് കൊടുക്കും? യാ ഇട്ട് കൊടുക്കും അല്ലേ? ബി എന്നതിനെ ബി എന്നാക്കണമെങ്കിൽ യാ ആണ് ഇട്ട് കൊടുക്കുക. ബു എന്നതിനെ ബൂ എന്നാക്കണമെങ്കിലോ വാവും കൊടുക്കും. ഈ 3 അക്ഷരങ്ങളെയാണ് മദ്ദക്ഷരം എന്ന് പറയാം. ഇനി അത് ഉൾക്കൊള്ളാൻ പറ്റണില്ലെങ്കിൽ ആ സമയം അങ്ങോട്ട് കഴിച്ചു കൂട്ടിയാൽ മതി കേട്ടോ. ഇനി തലേ കയറ്റണം എന്നില്ല. ഞാൻ അത് ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയണം. അപ്പോൾ ഫതഹിന് ശേഷം വരുന്ന അലിഫ്, കെസറിന് ശേഷം വരുന്ന യാ, ലമ്മിന് ശേഷം വരുന്ന വാവ്, ഈ 3 അക്ഷരങ്ങളാണ് നമ്മൾ മദ്ദക്ഷരം എന്ന് പറയാം. ഈ മദ്ദക്ഷരങ്ങൾ നോർമലി ഈ മദ്ദുകൾ നീട്ടേണ്ടത് ഒരലിഫ് വീതമാണ്. ഒരലിഫ് വീതം എന്ന് പറഞ്ഞാൽ അലിഫ് എന്ന് പറയുന്നത് ഒരക്ഷരത്തിൻ്റെ പേരായിട്ട് പറയണതല്ല. അലിഫ് എന്നത് ഒരു തോതാണ്, ഒരു യൂണിറ്റ് എന്ന് പറയും അല്ലേ? നമ്മൾ കിലോമീറ്റർ എന്നൊക്കെ പറയും പോലെ, ലിറ്റർ എന്ന് പറയും പോലെ, അങ്ങനെ മദ്ദിൻ്റെ ഒരു തോതിൻ്റെ പേരാണ് അലിഫ് എന്ന്. അല്ലാതെ നമ്മൾ അക്ഷരമായിട്ടല്ല അത്. ആ തോതിൻ്റെ പേര് അലിഫ് എന്നാണ്. അപ്പം എത്ര വെള്ളം എത്രയെന്ന് ചോദിച്ചാൽ 1 ലിറ്റർ എന്ന് പറയണ പോലെ മദ് അവിടെ എത്രയെന്ന് ചോദിച്ചാൽ ഒരു അലിഫ്, അതാണ്. ഈ ഒരലിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 ഹറക്കത്ത് എന്നാണ് അതിന് പിന്നീടുള്ള വ്യാഖ്യാനം. ഒരു ഫീറ്റ്, ഒരടി എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാണെന്ന് ചോദിക്കണ പോലെയാണ്. 1 ഫീറ്റ് 12 ഇഞ്ചല്ലേ? ആണോ? ഇവിടെയൊക്കെ അങ്ങനെയല്ലേ? ഞങ്ങളവിടെ അങ്ങനെയാണ്. എന്ന് പറഞ്ഞ പോലെ ഒരലിഫ് എന്ന് പറഞ്ഞാൽ 2 ഹറക്കത്ത് എന്നാണ് അർത്ഥം. അതും നമ്മൾ ഫത്തഹ് കസ്ർ ദമ്മ് എന്നുള്ള ഹറക്കത്തല്ല. ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ ചലനം എന്നാണ് അർത്ഥം. ഹരിക് എന്ന് അറബികൾ പറയുമല്ലോ,
നീങ്ങ്. അപ്പോൾ ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ ചലനം എന്നാണ് അർത്ഥം. അപ്പോൾ 2 ചലനങ്ങൾക്കുള്ള സമയമാണ് ഒരലിഫ്. ഇനി 2 ചലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 സെക്കൻഡ് എന്നോ അല്ലെങ്കിൽ 2 മിനിറ്റ് അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല. ചലനം എന്ന് പറയുന്നത് നമ്മുടെ അക്ഷരങ്ങളിൽ സാധാരണ വരുന്ന സ്പേസുകളെക്കുറിച്ചാണ് ചലനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ എണ്ണി പോകുമ്പോൾ 1-ൽ നിന്ന് 2-ലേക്കുള്ള ദൂരമാണ് ഒരു ചലനം. അലിഫ്, ബ, ത, സ, ജീം, എ, ബി, സി, ഡി, ഇ, എഫ് ഇങ്ങനെ അക്കങ്ങളെ എണ്ണിപ്പോകുമ്പോൾ 2 അക്ഷരങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ 2 അക്കങ്ങൾക്കിടയിൽ വരുന്ന സ്പേസാണ് യഥാർത്ഥത്തിൽ ഒരു ചലനം. അങ്ങനത്തെ 2 ചലനമാണ് ഒരലിഫ്. നോർമലി ഒരു മദ്ദിനെ നീട്ടേണ്ടത് ഒരലിഫാണ്. ഇനി ചലനം അപ്പോഴും മനസ്സിലായില്ലെങ്കിൽ എളുപ്പമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഈ വിരലുകൾ അടച്ചു തുറക്കാനുള്ള സമയം എന്നാണ്. വിരലുകൾ സാധാരണഗതിയിൽ ഇങ്ങനെ അടച്ചു തുറക്കാനുള്ള സമയമാണ് ഒരു ചലനം. അപ്പോൾ 2 പ്രാവശ്യം ഇങ്ങനെ ആക്കിയാൽ 2 ചലനമായി, ഒരലിഫായി. അപ്പോൾ നോർമലി ഒരു മദ് നീട്ടേണ്ട അളവാണ് നമ്മൾ പറഞ്ഞത്, ഒരലിഫാണ് നീട്ടേണ്ടത്. ആ ഒരലിഫ് എന്ന് പറഞ്ഞാൽ 2 ചലനം എന്നാണ് അർത്ഥം. ഇത് നോർമലാണ്. ഇനി അബ്നോർമൽ ഉണ്ട്, നോർമൽ അല്ലാത്ത മദ്ദുണ്ട്. അതെങ്ങനെ മദ് നോർമൽ അല്ലാതെ ആകാം? മദ്ദക്ഷരത്തിന് ശേഷം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അലിഫ്, വാവ്, യാ ഈ 3 അക്ഷരങ്ങൾ, ഈ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ വന്നാൽ അബ്നോർമലായി. സുക്കൂൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? വട്ടപൂജ്യം, റഹീം എന്ന് പറയും പോലെ. അപ്പോൾ നോർമലും ഒന്ന് വിട്ടു. അതല്ലെങ്കിൽ ഹംസ് വന്നാൽ ആ, ഇ, ഉ എന്ന അക്ഷരം, ഇത് വന്നാലും അബ്നോർമലായി. ഈ 2 സംഭവങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതായത് മദ്ദക്ഷരത്തിന് ശേഷം ഹംസോ സുക്കൂനോ ആണെങ്കിൽ സാധാരണ മദ് എന്നതിൽ നിന്ന് ആൾ വിട്ടു, റേഞ്ച് മാറി. ഇങ്ങനെ വരാത്തിടത്തോളം ആ മദ്ദിനെല്ലാം കൂടി ഒരു പേരാണ്. അതായത് മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസുമല്ല സുക്കൂനുമല്ലെങ്കിൽ എല്ലാ മദ്ദിനും കൂടി മദ്ദുൽ അസ്ലി എന്നാണ് പേര്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതങ്ങോട്ട് കയറണില്ലെങ്കിൽ അത് വിട്ടേക്ക് കിട്ടോ, നമുക്ക് തിരിച്ചു വരാം. മദ്ദുൽ അസ്ലി അല്ലെങ്കിൽ മദ്ദു ത്വബഈ എന്നീ പേരുകളാണ് ഈ മദ്ദിനുള്ളത്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസുമല്ല സുക്കൂനുമല്ല എങ്കിൽ ആ മദ്ദിൻ്റെ പേര് മദ്ദു ത്വബഈ എന്നാണ്, അല്ലെങ്കിൽ മദ്ദുൽ അസ്ലി എന്നാണ്. മദ് അസ്ലി എത്ര നീട്ടണമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ഒരലിഫാണ് നീട്ടേണ്ടത്. മദ്ദുൽ അസ്ലി നീട്ടേണ്ടത് എത്രയാണ്? ഒരലിഫാണ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചിടത്തോളം ആകെ 3 മദ് മാത്രമേ കവർ ചെയ്യണുള്ളൂ. മദ്ദുകൾ കുറേ ഉണ്ട്, അതിലാകെ 3 മദ്ദുകളെ ഫാത്തിഹ മൊത്തം കവർ ചെയ്യണുള്ളൂ. മണിക്കേണ്ട സ്ഥലം ഫാത്തിഹയിൽ ഇല്ലതാണ്. അപ്പം പിന്നെ വലിയ ടെൻഷനില്ല നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ ഓദ്യ ഭാഗത്തുള്ള മദ്ദുകളെ പരിശോധിച്ചാൽ, അഊദ് നമ്മൾ ഓതി, അഊദ് എന്നതിൽ തന്നെ ഒരു മദ്ദക്ഷരം ഉണ്ട്. അതേതാ? നിങ്ങളെൻ്റെ കൂടെ ഇല്ലാന്ന് തോന്നുന്നു. ആ മദ്ദക്ഷരം ഏതാ? അഊദു എന്നതിലെ വാവ് അല്ലേ? ഊ എന്ന് നീട്ടുന്ന വാവ്. ആ വാവിനെ പരിശോധിച്ചാൽ അതിൻ്റെ ശേഷം ഹംസ അല്ല, സുക്കൂനുമല്ല. അഊ എന്ന ആ വാവിൻ്റെ ശേഷം ദാലാണ്, ദാലിന് റൊമ്മുമാണ്. അതുകൊണ്ട് ഈ മദ്ദുൽ അസ്ലി എന്ന ഗണത്തിൽ പെടും. മനസ്സിലായോ? അത് മനസ്സിലാവണില്ലേ? ഇനി മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമ്മുടെ ചാനലുണ്ട്, അതിൽ ഇത് റെക്കോർഡാണ്, അത് വെച്ച് പിന്നെയും കേട്ടാൽ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അഊ എന്ന് നീട്ടുന്ന ലമ്മിനെ നീട്ടാൻ വേണ്ടി ഉപയോഗിച്ച വാവ്, ആ വാവിന് ശേഷം ഹംസുമല്ല സുക്കൂനുമല്ല. അതുകൊണ്ട് ഈ മദ്ദിൻ്റെ പേര് മദ്ദുൽ അസ്ലി എന്നാണ്. ഇത് ഒരലിഫാണ് നീട്ടേണ്ടത്. ഇനി ബില്ലാഹി നോക്കുക. ബില്ലാ അവിടെ നീട്ടാൻ വേണ്ടി ഉപയോഗിച്ച അക്ഷരം ഏതാ? മനസ്സിലാവണമെന്ന് ഉറക്കെ പറഞ്ഞോ.
അലിഫാണ് അല്ലേ? ബില്ലാ, ഫത്തഹിനെ നീട്ടാൻ വേണ്ടി ഉപയോഗിച്ച അലിഫാണ് ബില്ലാഹി. അപ്പോൾ ഇത് അവിടെ ഒരു മദ്ദക്ഷരാണ്. ഈ മദ്ദക്ഷരത്തിന് ശേഷവും ഹംസ അല്ല സുക്കൂനുമല്ല. ബില്ലാഹി എന്ന ആ ലാ നീട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഇ ഉ എന്നല്ലല്ലോ പറയുന്നത്. അതുപോലെ അവിടെ സുക്കൂൻ ചെയ്യൊന്നുമില്ലല്ലോ. അപ്പോൾ അതും മദ് അസ്ലിയാണ്. ഇനി ഇങ്ങോട്ട് പോന്നാൽ മിനശ്ശൈത്വാനി, ത്വാനി, അവിടെയും ഏതാ മദ്ദക്ഷരം? മദ്ദക്ഷരം ഏതാ? എന്താണ് എന്നുറക്കെ പറയും. ത്വാ എന്ന് നീട്ടാനുള്ള മദ്ദക്ഷരം ഏതാ? അലിഫ്. ത്വാ, ത്വാക്ക് ഫത്ത് ഇട്ട് അതിന് ശേഷം അലിഫിട്ടാലല്ലേ ത്വാ എന്ന് നീട്ടുക. അപ്പം ഈ അലിഫിൻ്റെ ശേഷമുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഹംസും അല്ല സുക്കൂനല്ല. അതുകൊണ്ട് അതും മദ് അസ്ലിയാണ്. ചുരുക്കത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി എന്നതിൽ 3 മദ്ദുകൾ വരുന്നുണ്ട്. 3 മദ്ദുകളും മദ് അസ്ലിയാണ്. 3 മദ്ദുകളും ഒരു അലിഫാണ് നീട്ടേണ്ടത്. ഒരേ അളവിലായിരിക്കണം അത്. അഊദു എന്ന് നീട്ടി അത്ര തന്നെയാണ് ബില്ലാഹി എന്ന് നീട്ടാവൂ, അത്ര തന്നെയാണ് മിനശ് ശൈത്വാനി എന്ന് നീട്ടാവൂ. റജീം എന്ന് പറയുമ്പോൾ നിയമം മാറി. റജീമിൽ എന്താ കുഴപ്പം? അവിടെ കെസറിൻ്റെ ശേഷം യാ ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ മദ്ദക്ഷരത്തിന് ശേഷമുള്ളത് സുക്കൂനാണ്. റജീം എന്നാ പറയണത്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ സുക്കൂനല്ല. അടിസ്ഥാനപരമായി അവിടെ റജീമി എന്നായിരുന്നു, റജീമി. അപ്പോൾ നമ്മളവിടെ തൽക്കാലം എന്ത് ചെയ്യാണ്? സുക്കൂൻ ചെയ്യാണ്. യഥാർത്ഥത്തിൽ അവിടെ സുക്കൂനല്ല, പക്ഷെ നമ്മളവിടെ വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സുക്കൂൻ ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന മദ്ദിനെ മദ്ദുൽ ആരിദ് എന്ന് പറയും. ആരിദ്, ഐന് എന്നിട്ടുള്ള അലിഫ്, പിന്നെ റാ, പിന്നെ ളാദ്, ആരിദ്, മദ്ദുൽ ആരിദ്. മദ്ദുൽ ആരിദ് എന്നാണ് റജീം എന്ന് നീട്ടുന്ന ആ മദ്ദിനെ പറയാം. ഈ മദ്ദുൽ ആരിദ് എത്ര നീട്ടണം? ഒരാൾക്ക് ഒരു അലിഫ് നീട്ടാനേ സമയമുള്ളൂ വെച്ചെങ്കിൽ ആൾ അത്ര നീട്ടിയാൽ മതി, ഇടങ്ങറാവണ്ട. എന്നാൽ ഒരാൾക്ക് തിരക്കടില്ല, കുറച്ചുകൂടി നീട്ടണം, 2 അലിഫാണെന്ന് വിചാരിച്ചാൽ അങ്ങനെ നീട്ടാൻ കുഴപ്പമില്ല. ഇനി അതല്ല, ഒരാൾക്ക് കുറച്ചധികം നീട്ടും, നല്ല ഉഷാറായി ചോദാനുള്ളതാണ്, അപ്പം എന്നാൽ 3 അലിഫ് നീട്ടണോ? അതും പ്രശ്നമില്ല. അപ്പോൾ മദ്ദുൽ ആരിദിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. 1 അലിഫ് നീട്ടാം, 2 അലിഫ് നീട്ടാം, 3 അലിഫ് നീട്ടാം. പക്ഷേ ഒരു ഖിറാഅത്തിൽ, ഒരു ഓത്തിൽ ഒരു മദ് ആരിദ് 3 അലിഫാണ് നീട്ടുന്നതെങ്കിൽ അതിൻ്റെ ഭംഗി എല്ലാ മദ് ആരിദുകളും 3 അലിഫ് നീട്ടലാണ്. മദ് ആരിദ് വരുന്നിടത്തൊക്കെ ഇങ്ങനെ 3 അലിഫ് നീട്ടലാണ്. ഇപ്പം നമ്മൾ അഊദുവിലെ മദ് കവർ ചെയ്തു. ഇനി ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി, ലാഹി എന്നതിലെ മദ്ദക്ഷരം ഏതാണോ? അലിഫ് അല്ലേ? ലാ എന്ന് നീട്ടാൻ വേണ്ടിയിട്ട് അലിഫാണ് ഇടുക. അവിടെ യാ ഇട്ടാൽ പറ്റില്ല, വാവിട്ടാലും പറ്റില്ല, അലിഫാണ് ഇടുക. അത് കഴിഞ്ഞാൽ ഹ ആണ്, ബിസ്മില്ലാഹി. അവിടെ ഹാഇന് സുക്കൂനല്ല, ഈ ഹാ ആണ്, അലിഫുമല്ല. അതുകൊണ്ട് ആ മദ്ദും എന്ത് മദ് തന്നെയാണ്? മദ്ദുൽ അസ്ലിയാണ്. മദ്ദു തബഈ എന്ന് നമ്മൾ പറയുന്ന മദ് അസ്ലിയാണ്. അതെത്ര നീട്ടണം? 1 അലിഫാണ് നീട്ടേണ്ടത്. ഇനി റഹ്മാനി, അതിലോ റഹ്മാനി, മാനി, ആ മീമിനെ നീട്ടാൻ എന്താ അക്ഷരം ഉപയോഗിച്ചത്? അലിഫാണ് ഉപയോഗിച്ചത്. ആ മദ്ദക്ഷര, ആ അലിഫിൻ്റെ ശേഷവും സുക്കൂനുമല്ല, അത് അലിഫ് ഹംസുമല്ല. അതുകൊണ്ട് റഹ്മാനി എന്ന മദ്ദും മദ് അസ്ലിയാണ്. ഇനി റഹീം എന്ന് പറഞ്ഞെടുത്തോ, അവിടെ മദ്ദക്ഷരത്തിന് ശേഷം താൽക്കാലിക സുക്കൂനാണ്. റഹീമി എന്നായിരുന്നു. അവിടെ വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സുക്കൂൻ പുതുതായിട്ട് നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പേര് മദ്ദുൽ ആരിദ് എന്നാണ്. മദ് ആരിദിന് നമ്മൾ 3 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. 1 അലിഫാകാം, 2 അലിഫാകാം, 3 അലിഫാകാം. പക്ഷേ 3 അലിഫാണ് അവിടെ ഉത്തമം. മദ് ആരിദിൽ 3 അലിഫ് നീട്ടലാണ് ശ്രേഷ്ഠത. അതാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ നമുക്ക് അഊദുവിലും ബിസ്മിയിലും മദ്, ഈ മദ് വെച്ചിട്ട് നമുക്ക് ഫാത്തിഹയുടെ ഏകദേശം അവസാനം വരെ പോകാൻ പറ്റും. ഈ 2 മദ്ദുകൾ മാത്രം പഠിച്ചാൽ തന്നെ വലദ്ദാന്ന് നീട്ടാനുള്ള മദ്ദിൻ്റെ അവിടെ പിന്നെ കൂടുതൽ പഠിക്കേണ്ടി വരുള്ളൂ. അതുവരെയുള്ള എല്ലാ മദ്ദുകളും ഇതിൽ കവർ ചെയ്യും. അപ്പോൾ ഈ 2 മദ്ദുകൾ നമ്മൾ എന്ത് ചെയ്യണം? അത് പഠിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുക. അത് കവർ ചെയ്യണവർക്ക് മാത്രം മതി കേട്ടോ, അല്ലാത്തവർ ഇതിങ്ങനെ ഓതി ശീലിച്ചാൽ മതി. ഓതി ശീലിക്കുക. ഇതിപ്പോൾ മദ്ദിൻ്റെ നിയമം ഒന്നും തലയിൽ കയറുന്നില്ല, വേണ്ട.
അവരെന്ത് ചെയ്യുക, ഈ ഒരു തോതിൽ ഓതി ശീലിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഊദു എന്ന ഐനിന് നീട്ടി അത്ര തന്നെ ബില്ലാഹി എന്ന് നീട്ടാവൂ, മിനശ് ശൈത്താനി എന്ന് നീട്ടാവൂ, റഹ്മാനി എന്ന് നീട്ടാവൂ, അതുപോലെ ബിസ്മില്ലാഹി എന്ന ലാഹി നീട്ടാവൂ. ഇതൊക്കെ ഒരേ അളവാണ്. അവസാനം വരുന്ന റജീം എന്നത് എത്ര നീട്ടിയോ അത്ര തന്നെയാണ് റഹീം എന്ന് നീട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്കായി, ഒരു ഓർഡറായി കൃത്യമായിട്ട്. ഇനി ഫാത്തിഹയിൽ വരുന്ന മദ്ദുകളൊക്കെ ഈ രണ്ട് മദ്ദിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. വലദ്ദാലിൻ്റെ ദാ എന്ന് നീട്ടാനുള്ള മദ്ദ് ഒഴികെയുള്ള എല്ലാ മദ്ദുകളും ഈ രണ്ടാലൊരു മദ്ദിൽ ഒതുങ്ങും. അപ്പോൾ നമുക്കൊന്ന് അങ്ങനെ നോക്കി വെക്കാം. أعوذ بالله من الشيطان الرجيم. ഓതിയേ. بسم الله الرحمن الرحيم. ഇനി ഇവിടെ നമുക്കിനി കൂടുതൽ നീട്ടണമെന്ന് തോന്നിയാൽ നീട്ടാൻ പറ്റുന്നൊരു സ്ഥലമുള്ളത് അള്ളാഹ് എന്ന ഇസ്മ മാത്രമാണ്. അള്ളാഹുടെ അവിടെ വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നീട്ടാം, കുഴപ്പമില്ല. ഒരു ബഹുമാന സൂചകമായിട്ട് മദ്ദു താദീം എന്ന ഒരു മാനവീയായ മദ്ദ് അവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഒരാൾക്ക് കുറച്ച് നീട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ അത് നീട്ടണോണ്ട് കുഴപ്പമില്ല. അഊദു ബില്ലാഹി എന്ന് കുറച്ച് എന്ത് ചെയ്യുക, ഒരലിഫിനേക്കാളും വിട്ട് രണ്ടലിഫാക്കുക, പ്രശ്നമില്ല, ശ്വാസാക്കണ്ട. എന്തായാലും അപ്പോൾ ഇങ്ങനെ കൃത്യമായ ആ അളവിൽ എന്ത് ചെയ്യണം, ഖുർആൻ പാരായണമൊക്കെ അങ്ങനെ വരണം. ഇല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഈ വയല് പറയുന്ന ആൾക്കാരൊക്കെ ഇത് നീട്ടുമ്പോഴാണ് വളരെ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം അതിന് അളവൊന്നും ഉണ്ടാവില്ല. ഇത് കേട്ടിട്ട് പഠിച്ചിട്ട് കുറേ ആൾക്കാർ ഓതുമ്പോൾ ഇങ്ങനെ നീട്ടണം കേൾക്കാം. അപ്പോൾ ഈ നീട്ടലിനൊരളവുണ്ട്, ആ അളവനുസരിച്ചാണ് നീട്ടേണ്ടത്. ഇത് എന്തിനാണ് ഇതെല്ലാം പഠിക്കണമെന്ന് വെച്ചാൽ, ഇത് പഠിച്ചെങ്കിലാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയ ഖുർആനിനെ ഒരു മാറ്റം ഇല്ലാതെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ട് വേണം നമ്മളൊക്കെ മരിച്ചു പോകാൻ. അത് ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അതതിൻ്റെ തനിമ നഷ്ടപ്പെടരുത്. തനിമ നഷ്ടപ്പെടാതെ ഈ ഖുർആനെ കൊടുക്കാൻ കഴിയണം. ഖുർആൻ എന്ന് പറയുന്നത് സമായിയാണ്, കേട്ട് പഠിക്കാനുള്ള സാധനമാണ്, അല്ലാതെ എഴുതിയിട്ട് വായിച്ച് പഠിക്കാനുള്ളതല്ല. കേട്ടുകൊണ്ടാണ് പഠിക്കേണ്ടത്. ഖുർആൻ ഇറങ്ങിയതും കേൾപ്പിച്ചുകൊണ്ടാണ്. ഇല്ല, സ്വഹാബത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഓതി കേൾപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പ്രിൻ്റൊക്കെ പിന്നെ വന്നതാണ്, എഴുത്തൊക്കെ പിന്നെ വന്നതാണ്. അപ്പോൾ ആ രീതിയിൽ കേൾപ്പിച്ച് പഠിക്കാനുള്ളതാണ്. മാത്രമല്ല, ഇതൊക്കെ സ്വഹീഹായാൽ മാത്രമേ നമുക്ക് ഖബൂലിയത്തിനെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതായത് സ്വഹീഹാവലും ഖബൂലാവലും രണ്ടാണ്. ഒരു കാര്യം ശരിയാവലാണ്. സ്വഹീഹാവുക എന്ന് പറഞ്ഞാൽ അത് ആവശ്യമായിട്ടുള്ള ഒരു കട്ടിലാണെങ്കിൽ, കട്ടിൽ ശരിയാണെങ്കിൽ അതിന് 4 കാല് വേണം, ഒരു പ്രതലം വേണം, ഇങ്ങനെ പിന്നെ ഇനി വേണമെങ്കിൽ അതിന് അലങ്കാരമായിട്ട് പോളിഷ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. അതാണ് അതിൻ്റെ സിഹത്ത്. അപ്പോൾ കട്ടിൽ സ്വഹീഹായി. ഇനി ഖബൂലിയത്ത് എന്താ? ഇതൊരാൾക്ക് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുകയാണ്, അപ്പോൾ അയാൾ സ്വീകരിക്കൽ, അതിനാണ് ഖബൂലിയത്ത് എന്ന് പറയാം. അപ്പോൾ എന്ന പോലെ നമ്മൾ ഖിറാഅത്താവട്ടെ, നിസ്കാരാവട്ടെ, ഇബാദത്താവട്ടെ, അത് സ്വഹീഹാവുന്ന ഒരു മേഖല നമ്മൾ പഠിക്കണം. ഇതിൻ്റെ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ ദണ്ട് കൊടുക്കുമ്പോൾ അള്ളാഹു താല എന്ത് ചെയ്യുക, ഖബൂൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിഹത്ത് ഉണ്ടായാലേ ഖബൂലിയത്തിന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കട്ടിലിന് കാലും 3 വെച്ചിട്ട് ഒരാൾക്ക് കൊടുത്താൽ ചിലപ്പോൾ സ്വീകരിച്ചോളന്നില്ല, അത് കളിയാക്കലാവും അല്ലേ. ഒരു കഴിവുള്ള ആൾ കട്ടിലിന് 3 കാലം ഉണ്ടാക്കിയിട്ട് പിന്നെ പേരതാമസത്തിന് കൊണ്ടുപോയി കൊടുത്താൽ എന്തപ്പോൾ അയാൾ ഇതൊരു ഒരുമാതിരി ആക്കണ പരിപാടിയാണല്ലോ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ സിഹത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിൻ്റെ സഹിഹായിട്ടില്ല, കട്ടിലായിട്ടില്ല, അതാണ്. എന്ന പോലെ ഖുർആനിലെ അക്ഷരങ്ങൾ അതിൻ്റെ വൈകല്യങ്ങൾ വന്നാൽ, അതല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ ഒക്കെ അവിടെ സിഹത്ത് നഷ്ടപ്പെടുകയാണ്. സിഹത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഖബൂലിയത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല. പിന്നെ ഏതെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് എന്തെങ്കിലും റബ്ബ് അവൻ ഔദാര്യവാനാണ്, അവൻ കാരുണ്യവാനാണ്, ആ നിലക്ക് എന്തെങ്കിലും എക്സ്ക്യൂസ് ചെയ്തെങ്കിലായി. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല. നമ്മൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് ഇൽമ പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനിലൂടെ നിന്നിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് ഈ സദസ്സ് ഒരു കാരണമാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഓരോ ദിവസവും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പഠിച്ച് അതിലൂടെ മുന്നേറി പരിശുദ്ധ ഖുർആനിൻ്റെ തനിമ നിലനിർത്തുന്നതിന് അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തിരഞ്ഞെടുക്കണമേ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും ഈ ഒരു സദസ്സിൻ്റെ പുണ്യം കൊണ്ട് നീ പുറത്തു തരണമേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിക്കുന്ന ഈ സദസ്സ് അല്ലാഹുവേ സ്വർഗ്ഗത്തോപ്പുകളിൽ വെച്ചുള്ളൊരു തോപ്പാണല്ലോ റഹ്മാനെ. എന്ത് ചോദിച്ചാലും എന്ത് ആഗ്രഹിച്ചാലും ലഭിക്കുന്നൊരു സദസ്സാണല്ലോ. ആ നിലക്ക് ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.